അഹിന്ദുക്കളുടെ വീട്ടിൽ പോകാൻ പെൺമക്കളെ അനുവദിക്കരുത്. അങ്ങനെ പോവുകയാണെങ്കിൽ അവരുടെ കാല് തല്ലി ഒടിക്കണം. പ്രശാന്ത് സിംഗ് ഠാക്കൂർ. അത് നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ സ്വന്തം വീട്ടിൽ എന്ന് വെച്ച് പെൺപിള്ളേരെ എല്ലാ വീട്ടിലും കയറ്റി വിടരുത് അങ്ങനെയൊന്നും പറയുന്നില്ല. അതിലിപ്പോൾ സാഹചര്യം അറിയാമല്ലോ. അതുകൊണ്ട് നല്ലപോലെ അവർ അവരുടെ ഫ്രണ്ട്സ് എന്ന രീതിയിലൊക്കെ മറ്റ് ഹിന്ദുക്കൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, പെൺകുട്ടികളാണെങ്കിൽ വേറെ അതായത് ഫ്രണ്ട്സൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ വീട്ടിലൊന്ന് പോയി അവരോടൊക്കെ നടന്നു എന്ന രീതിയിലൊക്കെ നടന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇവർ പച്ച വർഗീയത പറയണേ. സ്വന്തം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പിന്നെ അല്ല ഹിന്ദുക്കളുടെ വീട്ടിലാണ് എല്ലാവരും പോകേണ്ടത്. അങ്ങനെയൊന്നുമില്ല. ഒരു മനുഷ്യൻ്റെ ഒരു മനസ്സിനാണ് വിഷമുള്ളത്. ഇതിപ്പോൾ ഒരാളിപ്പോൾ ഈ അധികം സ്ത്രീ സുരക്ഷയാണ് ഇവർ ഉദ്ദേശിച്ചത് എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഹിന്ദുക്കളുടെ വീട്ടിലും കയറേണ്ട ആവശ്യമില്ല, പോകേണ്ട ആവശ്യമില്ല. ഏറ്റവും കൂടുതൽ അവരും ചിലപ്പോൾ ഇങ്ങനെ പീഡനത്തിന് ഇരയാക്കാനും സാധ്യതയുണ്ട്. ഈ പറഞ്ഞതിൽ കുറച്ച് യോജിപ്പുണ്ട്, ചിലത് വിയോജിപ്പുണ്ട്. പെൺമക്കളെല്ലാം വീട്ടിലേക്ക് ഇങ്ങനെ പറഞ്ഞു വിടാമെന്ന് വെച്ചാൽ നമ്മളവരുടെ കൂടെ പോകണം. അല്ലെങ്കിൽ ആരൊക്കെ ചതിക്കും ആരൊക്കെ ചെയ്യും എന്നൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. അതൊരു ഭാഗത്തിരിക്കുന്നു. പക്ഷെ ഇവർ ഈ പറയുന്ന വർഗീയത, മറ്റുള്ള വീട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ട് പോകരുതെന്ന് പറഞ്ഞാൽ കാലൊടിക്കുമെന്നും അതൊക്കെ സ്വന്തം ഇതിലും ബാധകമാണ്. ഒപ്പം സ്വന്തം സുരക്ഷയാണ് എല്ലാവരും നോക്കേണ്ടത്. വർഗീയത അറിയുക, മതസൗഹാർദ്ദം പുനഃസ്ഥാപിക്കുക കേട്ടോ. അത് നിങ്ങളുടെ ആ മഠത്തിലൊക്കെ മതി. ഇവിടത്തുള്ള ഹിന്ദു പെൺകുട്ടികളുടെ കാല് തല്ലി ഒടിക്കാനൊന്നും നീ നോക്കണ്ട. അവർക്ക് ഇഷ്ടമുള്ളവർ അവർക്ക് പോകും. അവർ പോകും. ചിലപ്പോൾ ചിലർ കല്യാണം കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കും ആ ഹിന്ദുക്കൾ. അത് നിങ്ങളുടെ കയ്യിലിങ്ങനെ വെച്ചിരുന്നാൽ അത് മറ്റുള്ളവരിട്ട് വിളമ്പണ്ട. എന്ന് വെച്ച് എല്ലാവരുടെ വീട്ടിലേക്ക് തനിച്ചൊക്കെ ഒന്നും പോകരുത്. അതിപ്പോൾ സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതയല്ല. അതും കൂടെ ഞാൻ പ്രത്യേകിച്ച് പറയുന്നു. പക്ഷേ ഇവരുടെ ഇതിൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഞാൻ പറയുന്നത് വർഗീയത. ഇവരുടെ ഇവർ പറയണ കേട്ടോ, വർഗീയതയൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. അതേ പറയാനുള്ളൂ. മറ്റേ കാര്യം കൂടെ ഓർത്തിരിക്കുക.